എടി കൊച്ചേ, എന്താ മുതലാളി? നീ ഒന്ന് കുടിക്കാന്താ കൊച്ചേ? എന്താ വേണ്ടത്? എന്താ സാധാരണ കുടിക്കുക? നീ ഒരു ചായ ഇട്ടുകൊണ്ട് വാ. ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എന്താ? നീ പാല് നല്ലോണം കട്ടിക്ക് ഒഴിക്കണേ. ശരി മുതലാളി. ഇവളുമാരെ പോലെ ഉള്ളവൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോ മനുഷ്യന്റെ ചോര പിന്നെയും കിടന്ന് തിളക്കുക. മുതലാളി ഇത് എന്താ കാണിക്കുന്നേ? ചായല് പഞ്ചസാരയ്ക്ക് പകരം നിന്നെ കലക്കി കുടിച്ചാലെന്ന് ആലോചിക്കുക ഞാൻ. മുതലാളി എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതല്ലേ? നീ എൻ്റെ ആയി കഴിഞ്ഞാ പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണ്ടേ? അച്ഛാ, ഇതാ അച്ഛന്റെ ചായ. അച്ഛാ, ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കുക? അത് പിന്നെ മോളെ, അത് ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു. നിന്റെ ഭർത്താവില്ലേ എൻ്റെ മോൻ, അവൻ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയിരിക്കില്ലേ? അച്ഛാ, ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, ദീപികയുണ്ട്, പിന്നെ അടുത്ത മാസം അമ്മയും വികാസും വരുന്നില്ലേ? അത് ശരി. മുതലാളി, നാട്ടിൽ നിന്ന് എന്റെ മോള് വരുന്നുണ്ട്. അവൾക്ക് 3 മാസത്തെ എന്തോ കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, മുതലാളി സമ്മതിച്ചാ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. സുമക്കുഞ്ഞിനൊരു കൂട്ടാവുകയും ചെയ്യും, എന്റെ മോൾക്ക് ഇവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. മോളെ, ഇത് നല്ലൊരു കാര്യമല്ലേ? മോളൊരു കാര്യം ചെയ്യ, ഇന്ന് തന്നെ ഇവളുടെ മോളുടെ ഓൺലൈൻ ടിക്കറ്റ് റിസർവ് ചെയ്തേ. ശരി അച്ഛാ. എന്നാ ശരി മോളെ, ഞാനൊന്ന് ക്ലിനിക്കിലേക്ക് പോയിട്ട് വരാം. ശരി മുതലാളി, പോയിട്ട് വരുമ്പോ വേദനയ്ക്കുള്ള മരുന്ന് കൊണ്ടുവരാവോ? ഞാൻ കൊണ്ടുവരാം. പക്ഷേ ഞാൻ വൈകിട്ട് എത്താൻ കുറച്ച് താമസിക്കും. ഇന്നൊരു പാർട്ടിയുണ്ട്, ഞാൻ കഴിച്ചിട്ട് വരുള്ളൂ. ശരി അച്ഛാ. വേദനയുടെ ഗുളിയല്ലേ, ഞാനത് മറക്കത്തില്ല. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഇവക്ക് വേദനയുടെ ഗുളിക കൊടുക്കണ്ടേ? ഇവളെങ്ങാനും ഒച്ച വെച്ച എന്തു ചെയ്യും? ഇവളെങ്ങാനും കരഞ്ഞ പിന്നെ ആകെ പ്രശ്നമാവും. മുതലാളി, 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 ഇത് എന്താ ഇത്? മുതലാളി ഇവിടെ. നീ വേദനയുടെ ഗുളിക ചോദിച്ചില്ലേ? നീ ചോദിച്ച ഗുളിക. മുതലാളി, ഇത് എന്തൊക്കെ കാണിക്കുന്നേ? ഇതൊന്നും ശരിയല്ല. ദീപു, നീ ഒന്ന് സഹകരിക്ക, എല്ലാം ശരിയായിക്കോളും. ഇങ്ങനെയാണോ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെക്കുന്നേ?
അച്ഛാ, ഇത് നമ്മുടെ ദീപുവിന്റെ മോള ഭൂമി. അയ്യോ, ഇതെന്തു പറ്റി? നീ എങ്ങനെയാ നനഞ്ഞേ? അത് ചേച്ചി പൈപ്പിന് പകരം ഷവർ ഓൺ ചെയ്തതാ. അയ്യോ ആണോ? കുഴപ്പമില്ല, നീ ചേഞ്ച് ചെയ്തേക്ക്. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കേ. നന്നായി വാ മോളെ. മോക്ക് നല്ലതേ വരൂ. ചെല്ല്, വന്ന പണി നടക്കട്ടെ. ചെല്ല്. നല്ലോണം പണിയെടുക്കുന്നുള്ളാന്ന് തോന്നുന്നേ. നല്ല ശരീരം. പിന്നെ ഭൂമി, നിന്നെ ഞാനിങ്ങോട്ട് പഠിക്കാൻ വേണ്ടിയാ വിളിച്ചത്. പക്ഷെ ഇടയ്ക്ക് ഇവിടുത്തെ കുഞ്ഞിന് കൈയും കാലും തിരുമ്മി കൊടുക്കണം. കുഞ്ഞ് ഗർഭിണിയാണ്. ശരി അമ്മേ, പക്ഷേ എന്റെ അഡ്മിഷൻ ഇപ്പൊ നീ ശരിയാ. ക്ഷമിക്കുക, ഞാൻ മുതലാളിയോട് സംസാരിച്ചു നോക്കാം. പിന്നെ നീ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ അടുക്കളയിൽ വിരിച്ചു കിടന്നോളാം. പോരെ? ഭൂമി, നിന്റെ കൈക്കിത് എന്ത് ബല? ഒന്ന് പതുക്കെ ചെയ്യേ. ശരി ചേച്ചി. ആ പിന്നെ, നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ ഉറങ്ങാൻ പോകുന്നേ? ആ ചേച്ചി. ഇതൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ? തോന്നും, പക്ഷേ ഇപ്പൊ ഇത് ശീലായി. ആ പിന്നെ, എന്റെ അടുത്തൊരു എക്സ്ട്രാ നൈറ്റി ഇരിപ്പുണ്ട്. അത് നീ എടുത്തോ. ശരി ചേച്ചി. സകല പിടിയും പിടിപ്പിച്ച് കളിയുന്ന എനിക്ക് തോന്നുന്നേ. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല. പറ്റുന്നില്ല അങ്ങോട്ട്. ദീപു, എടീ കൊച്ചേ, കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ദാ വരുന്നു മുതലാളി. എന്താ വിളിച്ചിട്ട് വരാനിത്ര താമസം? ആ ഗ്ലാസ് അവിടെ സൈഡ് ടേബിളിൽ വെച്ചേക്ക്. മുതലാളി, എന്താ ഇത്? മുതലാളി എന്തായി കാണിക്കുന്നേ? മുതലാളി, ഭൂമിമോൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളെങ്ങാനും കണ്ട എന്ത് വിചാരിക്കും? ആരും കാണില്ല, എല്ലാവരും കിടന്നുറങ്ങുക. മുതലാളി കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. എടീ, ഇനി എന്തായാലും എനിക്കിത് നിർത്താൻ പറ്റില്ല. നിനക്കിതിന് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നേക്കാം. പൈസയ്ക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്നവളല്ല മുതലാളി. വേണ്ട, നിനക്ക് നിന്റെ മോക്ക് വേണ്ടി ഇത് ചെയ്തുകൂടെ? നിന്റെ മോക്ക് ഞാൻ ഏതെങ്കിലും ഒരു
നല്ല കോച്ചിങ് സെന്ററിൽ ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം. അവളുടെ ഫീസ് എല്ലാം ഞാൻ അടച്ചോളാം. നീ വിഷമിക്കണ്ട. അവളുടെ കോച്ചിങ് എല്ലാം കഴിയുമ്പോൾ ഞാൻ അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്തേക്കാം. അതുപോലെ സത്യമായിട്ടും നീയാണ് സത്യം. മുതലാളി, കുഞ്ഞെന്നെ വിളിച്ചല്ലോ. നീ അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ അവളിപ്പോ ഇങ്ങോട്ട് വരും. ചെല്ല്, വേഗം ചെല്ല്. ഒന്ന് വേഗം പോടി. എന്താ സുമക്കുഞ്ഞെ? ആ ദീപിക, ഉറങ്ങിപ്പോയായിരുന്നോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ പിന്നെ നാളത്തേക്ക് കടല വെള്ളത്തിലിടാവോ? കടലക്കറി കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. ആ ശരി കുഞ്ഞെ. അതെ ദീപു. ദീപികേ, നീ ഇതെവിടെ പോവാ? മുതലാളി, ഭൂമിക്കും സുമക്കുഞ്ഞിനും പാല് കൊടുക്കാൻ പോവാ. പക്ഷെ ഇതിലൊരു ഗ്ലാസ്സിൽ പാതി പാലാണല്ലോ. അതെന്താ? മുതലാളി, അത് ഭൂമി പാല് കുടിക്കാറില്ല. സുമക്കുഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ടാ പാതി ഗ്ലാസ് കുടിക്കാന്ന് തീരുമാനിച്ച്. ഒരു കാര്യം ചെയ്യുന്നേ, അതവിടെ വെക്ക്. ഞാൻ കുടിപ്പിച്ചോളാം. ആ പുതപ്പൊന്ന് കുടഞ്ഞു വിരിച്ച് ആകെ പൊടി അതിനകത്ത്. ഞാൻ ഈ പാല് കൊടുത്തിട്ട് വരാം മുതലാളി. അതവിടെ വെക്ക്. ദീപു, അതുകൂടി ഒന്ന് കുടഞ്ഞു വിരിച്ചേക്ക്. ഞാൻ പാല് കൊടുത്തേച്ച് വരാം. ശരി മുതലാളി. അയ്യോ, അച്ഛൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? എന്റെ മോളെ, ഇതൊക്കെ വല്ല ബുദ്ധിമുട്ടുവാണോ? നിങ്ങളുടെ കാര്യങ്ങൾ എത്രയെങ്കിലും ശ്രദ്ധിക്കണ്ട. അല്ല, ഞാൻ എനിക്ക് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം. മോളിത് എന്ത് പണിയായി കാണിച്ചത്? പാതി ഗ്ലാസ് ഭൂമിക്കുള്ളതായിരുന്നു. അയ്യോ അച്ഛാ, എനിക്കിന്ന് പാല് കുടിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലെന്നേ, ഇന്ന് ഈ പാല് മുഴുവൻ ഭൂമി കുടിച്ചോളും. താങ്ക് യു ചേച്ചി. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്റെ എല്ലാ പ്ലാനും നശിപ്പിച്ചില്ലേ നീ?
ഈ ഡ്രസ് ഞാൻ ഇട്ടോണ്ട് കിടന്നതല്ലേ? എങ്ങനെയുണ്ട് മിശ്ര? നിനക്ക് മനസ്സിലായല്ലോ, നമ്മുടെ സ്വന്തം കുട്ടിയാ. നിന്റെ കോച്ചിങ് സെന്ററിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവളെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാ ശരി, ആയിക്കോട്ടെ, സന്തോഷമായിട്ടിരിക്കെ. ഒരു മാസത്തേക്ക് അമ്മ ചികിത്സയ്ക്ക് പോയപ്പോഴേക്കും അച്ഛനിവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? അച്ഛൻ ഇതൊന്ന് ഭൂമിക്ക് കൊടുക്കാവോ? എനിക്കിത് ഒട്ടും കുടിക്കാൻ തോന്നുന്നില്ല. അവൾ എന്റെ ബെഡ്റൂമിൽ കിടപ്പുണ്ട്. കൊടുക്കാലോ മോളെ. നിങ്ങൾ എത്ര നാണം കെട്ടവനാണോ? സ്വന്തം മകന്റെ ഭാര്യയെ നിങ്ങൾ നശിപ്പിച്ചു. എന്നിട്ടിപ്പോ സ്വന്തം മോളുടെ പ്രായം പോലും ഇല്ലാത്തൊരു കൊച്ചുകുട്ടിയെ കയറി പിടിക്കുന്നു. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരൊന്നും ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വിളിക്കും. നിങ്ങളെപ്പോലുള്ളവരൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല. ജീവിക്കാൻ പാടില്ല. പാടില്ല. പാടില്ല.